ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം രാമുഖ ഭാഷണമായിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നത് കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണന്റെ ഊരാണ്. കണ്ണ മഹർഷിയുടെ തപസ്സിന്റെ നാടാണ്. കണ്ണ മഹർഷിയുടെ പാഠശാല ഉണ്ടായിരുന്ന കണ്ണോത്തുചാലുള്ള സ്ഥലമാണ്. കടലായി കൃഷ്ണന്റെ നാടാണ്. പറശ്ശേരി മുത്തപ്പന്റെ നാടാണ്. വീരപഴശ്ശിയുടെ തൃപ്പാദങ്ങളും വീരഇതിഹാസങ്ങളും നിറഞ്ഞ മണ്ണാണ്. അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത ഇതിഹാസങ്ങൾ ഉറഞ്ഞിരിക്കുന്ന ഒരു വീരഭൂമിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ആ പരാക്രമവും വീര്യവും ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനതയാണ് കണ്ണൂരിലുള്ളത്. ഈ കണ്ണൂരിലേക്ക് ഈ ധർമ്മസന്ദേശ യാത്ര കടന്നു വരുമ്പോൾ ഞാൻ അമ്മ പറഞ്ഞ വാക്ക് ഓർക്കുകയാണ്. ഞങ്ങൾ ചിദാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ സന്യാസി സംഘം 2 പ്രാവശ്യമായിട്ട് മാതാമൃതാനന്ദമയി മഠത്തിലെ അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയുമായിട്ട് വിഷയം സംസാരിച്ചപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത്, മക്കളെ, അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് പഴയ പോലെ ഒന്നും ഓടി നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ മക്കള് സന്യാസിമാർ നിങ്ങൾ സമാജത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിൽ അമ്മയ്ക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അമ്മ പറയുകയുണ്ടായി. പിന്നീട് തുടർന്നിട്ടുള്ള അടുത്ത കാലത്ത് ഞങ്ങൾ കുറെ സമയം അമ്മയോട് ചെലവഴിച്ചു. എന്തായാലും അമ്മ തന്നെയാണ് ഈ ധർമ്മ സന്ദേശ യാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ട് ഉള്ളത്. സി രാധാകൃഷ്ണനാണ് പ്രശസ്ത എഴുത്തുകാരൻ. നമ്മുടെ ഇതിന്റെ സ്വാഗത സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ചുരുക്കത്തിൽ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഒരു പ്രസക്തി നമുക്കറിയാം. കേരളം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും ഒരുപാട് പരീക്ഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വിശ്വാസത്തെ സംബന്ധിച്ചായിക്കോട്ടെ, ആചാരങ്ങളെ സംബന്ധിച്ചായിക്കോട്ടെ, അവന്റെ ആ തനിമ നിലനിർത്താൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് സനാതന ധർമ്മ വിശ്വാസികൾ, ഹിന്ദു സമൂഹം. വിവിധ വിഷയങ്ങളാണ് അത്. കുടുംബങ്ങളുണ്ടാകുന്ന അന്തചിന്തനുണ്ട്. ഇന്ന് നമ്മൾ ആധുനികമായിട്ട് കാണുന്ന അമിതമായിട്ടുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട്. തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ അംഗസംഖ്യ കുറയുന്നു. വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ വളരെ പിന്നോക്കം പോകുന്നു. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയമായിട്ടും നമുക്ക് ഒരുപാട് സംഘടിതമായ ശക്തിയാകാൻ ഇനിയും ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ചിന്മയൻ സ്വാമിജിയൊക്കെ പറഞ്ഞത് നമ്മളോട് സനാതന ധർമ്മത്തിലെ ആളുകൾ എന്തിനോട് ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സുകളിലേക്ക് നിക്ഷേപിച്ചത് സംഭവിച്ച ചിന്മയൻ സ്വാമികളാണ്. അങ്ങനെ എത്രയും മഹാത്മാക്കള് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സാമൂഹിക മാറ്റങ്ങളും ഇവിടുത്തെ ആചാര്യന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്, സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ, നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവന്റെ കർണാടകത്തിലെ വിശ്വവിഖ്യാതമായ പ്രതിഷ്ഠയാണ് കുദ്രോളി ഗോവർദ്ധനാഥ ക്ഷേത്രം. ഇന്ന് കർണാടകത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള ഏറ്റവും വലിയ ദസറ ആഘോഷിക്കുന്ന സ്ഥലമാണ്. അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ്, ഗുരുദേവന്റെ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടാണ് മംഗലാപുരത്ത് ദസറ ആഘോഷം നടക്കുന്നത്. പണ്ടൊക്കെ കണ്ണൂര് ദസറ എന്ന് പറഞ്ഞാൽ വളരെ വിഖ്യാതമായിരുന്നു. ഇപ്പം എങ്ങനെ അറിയില്ല. അപ്പൊ എന്തായാലും ആ ഗുരുദേവന്റെ 2 ക്ഷേത്ര പ്രതിഷ്ഠകളുള്ള സ്ഥലമാണ്. സുന്ദരേശ്വര ക്ഷേത്രവും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രവും ഉള്ള ഒരു പവിത്ര ഭൂമിയാണ് കണ്ണൂർ. നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുരുദേവൻ തന്റെ കണ്ണുനീര് കൊണ്ട് ഇവിടെ മഴ പെയ്ച്ച സ്ഥലമാണ്, അല്ലേ? ജഗന്നാഥ ക്ഷേത്രത്തില് എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് ക്ഷേത്രത്തിൽ കയറ്റണം എന്ന സങ്കല്പത്തോടു കൂടി ഗുരുദേവൻ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ അന്നത്തെ കുറെ ആളുകളെങ്കിലും, കുറച്ച് ആദ്യ മനസ്സുള്ള ആളുകളെങ്കിലും അതിന് തടസ്സം നിന്നപ്പോ ഗുരുദേവൻ ചോദിച്ചില്ല, ഈ ഒരു വർഷം കഴിഞ്ഞ് കയറ്റാൻ കഴിയുമോ? സമ്മതിച്ചു. അപ്പൊ തന്ത്രപരമായൊരു നീക്കമായിരുന്നു ഗുരുദേവൻ, തന്റെ തപസ്സിന്റെ ആ ശക്തി കാണിക്കാനുള്ള. കാരണം ഗുരുദേവൻ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിന്റെ സിനിമ എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് കണ്ടു. ഗുരുദേവൻ കണ്ണീര്, ആ ദുഃഖം കൊണ്ടായിരിക്കണം ആ കണ്ണീര് ഭൂമിയിൽ ഇറ്റിറ്റ് വീഴുന്ന രംഗം ആ ഗുരുദേവന്റെ സിനിമയിലുണ്ട്. പെട്ടെന്ന് 50 വർഷം പെയ്യുകയാണ്. ഈ വർഷം കഴിഞ്ഞിട്ട് ഗുരുദേവൻ ചോദിച്ചില്ല, ഇനി നിങ്ങൾ കയറ്റാമോ? ഇങ്ങനെയുള്ള തപസ്യകൾ ഉഴുതു മറിച്ച ഭൂമിയാണ് അഭിനന്ദൻ സ്വാമികളുടെ. ഇത്രയും ആളുകൾ
ഇവിടെ കാണുന്ന എല്ലാ സാമൂഹ്യ പരിവർത്തനങ്ങൾക്കും ഇത് ഞാൻ ഒരിക്കൽ ഓർക്കുകയാണ്. ഒരിക്കൽ കുമ്മൻ രാജശേഖരൻ ചേട്ടൻ ഞങ്ങളെ പള്ളിക്കാവിൽ വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിച്ചു, സ്വാമി എവിടെ പോയി? കണ്ണൂരിലാണ്. ശരി, ഇപ്പോഴല്ലേ, വേറെ വർഷങ്ങൾക്ക് മുമ്പേ എത്തണം. സ്വാമി കണ്ണൂർ നമുക്ക് തിരിച്ചു പിടിക്കണം. കണ്ണൂര് ആത്മീയതയുടെ നാടാണ്. ആ വാക്കുകൊണ്ട് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. നമ്മൾ കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മുടെ ആ പഴയ കേരള തന്മയിലേക്ക് പോകുന്ന പോലെ ഈ നാടിന്റെ പൈതൃകത്തെ തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ഒരു തീരുമാനവും പ്രതിജ്ഞയും പ്രവർത്തനവും നമ്മുടെ ഓരോ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോ ഞാൻ സന്യാസിമാർക്ക് ഒരു സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ള അനുഭവിച്ചാണ് ആത്മാനുസ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് അറിയാലോ, കണ്ണൂരിലുള്ളവർക്ക് അറിയാം. വിനോദ് സ്വാമിയുണ്ട്. ഇവരെല്ലാം ചെറുത്ത് നിന്നുകൊണ്ടാണ് എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും അപ്പോൾ പോയിട്ടുള്ളത്. അപ്പൊ ഈ സന്ദേശയാത്ര എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബങ്ങളിലെ ആ അന്തചിത്രവും ആ ബുദ്ധിമുട്ടുകളും നാം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാസർഗോഡ് നടന്ന ചർച്ചയില് ചിദാനന്ദ സ്വാമിജിയുടെ ഒരാൾ ചോദിച്ചു, സ്വാമിജി നമ്മളെല്ലാ അമ്പലത്തിൽ പോകുന്നതാണ് നമ്മുടെ ആളുകൾ, പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന മുഴുവൻ മറ്റ് അന്യമതസ്ഥർ ഉണ്ടാക്കുന്ന കൃത്രിമം കലർന്ന അമ്പലങ്ങളിൽ കൊണ്ട് വിളക്കായിക്കോട്ടെ, എണ്ണയായിക്കോട്ടെ, ചന്ദനത്തിരി ആയിക്കോട്ടെ, എന്തുകൊണ്ട് നമുക്ക് ആ രംഗത്തേക്ക് മുന്നേറാൻ കഴിയുന്നില്ല? എത്രയോ കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഹിന്ദു സമൂഹം മുന്നേറേണ്ടതായിട്ടുണ്ട്. സ്വാമിജിയെ പ്രത്യേകം പറയേണ്ട നമ്മുടെ കാലത്തിനനുസൃതമായിട്ട് നമുക്ക് ചെറുത്തു നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രബോധത്തെ പറ്റി ശരിയായ ബോധമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വലിയ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും, അതുപോലെ നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും പുറത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളായിക്കൊണ്ട് സുരക്ഷിതരല്ല. ഒരു ദിവസം നമ്മുടെ മാധവിക്കുട്ടി പ്രശസ്ത എഴുത്തുകാരി പറയുന്നുണ്ട്, ഞാൻ ന്യായീകരിക്കുകയല്ല, അവര് പറഞ്ഞ് ഞാൻ ഈ പർദ്ദയിടുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോ അതൊരു സുരക്ഷയാണ് സ്വാമി. കാരണം എന്നെ വിട്ടുപോയാൽ ഞാൻ ആരും ഉപദ്രവിക്കില്ല. ഞാൻ അന്ന് അത് അങ്ങനെ ധാരണ അവർക്കുണ്ടായിരുന്നു. അപ്പൊ എന്തോ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഓരോ നമ്മുടെ മക്കൾക്കും സുരക്ഷിതരായിട്ട് ജീവിക്കാൻ കഴിയണം. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് പുരോഗമിക്കണം, വ്യവസായം കൊണ്ട്. ഗുരുദേവൻ കൃത്യമായ നിർദ്ദേശം അല്ലേ, ശിവഗിരി തീർത്ഥാടനത്തിന്റെ മുഖ്യമായ ഉദ്ദേശം എന്താ? ആത്മീയം മാത്രമല്ല, ഭൗതികമായിട്ട് കൂടി നമ്മൾ വളരണം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ അംഗസംഖ്യ കുറയുന്നു, കുട്ടികൾ അധികം ചില കല്യാണം തന്നെ വേണ്ടാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്നു. അതുപോലെ നമ്മൾ വ്യാവസായികമായിട്ട്, ഞാനിപ്പോൾ വയനാട് പ്രവർത്തിക്കുമ്പോൾ വലിയൊരു തോതിലുള്ള അഭിനിവേശമാണ് അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ മലപ്പുറത്താണ് ഒരു സമയത്തെങ്കിൽ ഇന്ന് വയനാട് 36 അവരുടെ കയ്യിലായിരുന്നു. നമ്മൾ ആരും കുറ്റം പറയുന്നല്ല, ആ കുറ്റം നമ്മുടെ തന്നെയാണ്. അല്ല, നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം പ്രബുദ്ധരായി നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ, നമ്മൾ ആത്മീയമായിട്ടും സമാജത്തിലെ ശക്തിയാകിക്കൊണ്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ചരിത്രത്തിൽ നമുക്ക് ഇടമുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അമ്മ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക. സന്യാസിമാരുടെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടല്ല. സന്യാസിമാരെ സമാജം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് അവർ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകണം. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് ഒരുപാട് സനാതന ധർമ്മത്തിന്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, ആ ഗുരുക്കന്മാരുമായിട്ടുള്ള നേരിട്ട് ബന്ധവും അവരിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ട് നമുക്ക് സമാജത്തെ മുന്നോട്ട് നയിക്കാനുള്ള ബാധ്യത, അതിന് നേതൃത്വം കൊടുക്കാനുള്ള ബാധ്യത സന്യാസിമാർക്കുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ ധർമ്മ സന്ദേശയാത്രയുടെ ലക്ഷ്യം കേരള തന്മയിലേക്കാണ് എങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെറ്റിദ്ധരിക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ വന്ന് നമ്മുടെ സമാജം സ്വാമി പറയുന്നത് വീണ്ടും പഴയ രീതിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, ഒരു കാലത്തിനനുസൃതമായിട്ട് ഹിന്ദു സമൂഹം ഉയർന്നില്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ കൃത്യമായിട്ട് മറ്റ് സെമറ്റിക് മതങ്ങളെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അജ്ഞരായിട്ട് ജീവിക്കുകയാണ്. അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന രീതി പല ഭാഗത്തുമുണ്ട്. അപ്പൊ നമ്മൾ സമാജത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറണം. ഹിന്ദു സനാതന ധർമ്മം നിലനിൽക്കേണ്ടതും ആശ്രമങ്ങളായിക്കോട്ടെ, സന്യാസ മഠങ്ങളായിക്കോട്ടെ, നമ്മുടെ ധർമ്മസ്ഥാപനങ്ങളായിക്കോട്ടെ, നമ്മുടെ സമാജ പ്രവർത്തകരായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, കരുതല് നമ്മുടെ സമാജത്തിൽ എല്ലാവർക്കും വരണം. നമ്മുടെ വരുന്ന തലമുറയിലും ഉണ്ടാവണം. ഇതിനൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവയർനെസ് സമാജത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംഭൂജ്യ ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാരുടെ ഈ സംഘം ഇന്നലെ കാസർഗോഡ് പുറപ്പെട്ടുള്ളത്. പക്ഷെ നേരത്തെ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ
41 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു ഈ ധർമ്മ സന്ദേശ യാത്രയെ പറ്റി നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 വർഷങ്ങളായിട്ട് ഇതിന്റെ ചർച്ച നടക്കുന്നതാണ്. നമ്മുടെ സമാജം സന്യാസിമാരെ സ്വീകരിക്കാൻ പ്രാപ്തമായോ എന്നൊരു സന്ദേഹം ഉണ്ടായിരുന്നു. കാരണം ഉത്തരേന്ത്യയിലെ പോലെയല്ല, നമ്മുടെ സമാജത്തിലെ സന്യാസിമാർക്ക് എത്രത്തോളം ആദരവുണ്ട് സമൂഹം ആ രീതിയിൽ സ്വീകരിക്കുമെന്നൊരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് അതിന് ചർച്ചകൾ നീണ്ടുപോയി. പിന്നീട് ഈ സമയത്ത് അത് കൃത്യമായിട്ട് അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അത് രാഷ്ട്രീയമായിക്കോട്ടെ, സാംസ്കാരികമായിക്കോട്ടെ, എല്ലാവിധ അധിനിവേശങ്ങളെ ചെറുക്കാൻ രാഷ്ട്രീയമായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് ഹിന്ദു കുടുംബങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ആത്മീയത വളരണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, ഇത് മാത്രം കൊണ്ടായില്ല. ക്ഷേത്രങ്ങളിൽ എത്രയോ ദേവസ്വം ബോർഡ് തന്നെ എത്രയോ ക്ഷേത്രങ്ങളുടെ എത്രയോ സ്ഥലം അന്യാധീനപ്പെട്ടു പോയിരുന്നു. നമ്മൾ ആർക്കും ദേവസ്വം ബോർഡ് താല്പര്യമുണ്ടോ? അതുപോലെ നമ്മുടെ ആഘോഷങ്ങൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണം. ഈ അടുത്ത കാലത്താണ് നമ്മുടെ കണ്ണൂർ തന്നെ ചിറ്റാരിപ്പറമ്പിലെ ശ്രീകൃഷ്ണ ജയന്തി വേഷം കെട്ടിയ കുഞ്ഞുങ്ങൾക്കെതിരെ പോയിട്ട് ആക്രമണം ഉണ്ടായി. അത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗണേശ യാത്ര മാറ്റം നമ്മളുടെ കൃത്യമായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ അടുത്ത കാലത്ത് കോലപ്പുറ എന്ന ഒരു സ്ഥലത്ത് കൂടി യാത്ര ചെയ്യട്ടെ ഒരു പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോലപ്പുറയിൽ അമ്മയുടെ ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്ര പുറപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അന്ന് രാത്രി ബോംബറിഞ്ഞ സ്ഥലം, പടക്കം പറഞ്ഞ സ്ഥലം, ഒന്നും അറിയാൻ പറ്റില്ല. ആ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് വളരെയധികം വികസനം, അവിടെ ഗണേശോത്സവത്തിന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് കാപ്പിക്കുടികളൊക്കെ അണിഞ്ഞിടുകി ആ നാടിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. അപ്പൊ കാലം വരുന്നൊരു മാറ്റമുണ്ട്. ഈ മാറ്റത്തെ നമുക്ക് ശക്തിപ്പെടുത്തണം, നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് വരണം. പലപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെറുപ്പക്കാർ കുറഞ്ഞു പോകുന്നത്. നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം. നമ്മൾ അച്ഛനമ്മയും വന്നാൽ ഒരു പ്രായമാർക്കുള്ള ആധ്യാത്മികതയും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന് പറയുന്നത് നമ്മുടെ മക്കളിലേക്ക് തന്നെ ഈ ശാസ്ത്രത്തിന്റെ അറിവിന് പറഞ്ഞു കൊടുക്കണം. ധർമ്മത്തെ പറ്റിയുള്ള മൊത്തം പറഞ്ഞു കൊടുക്കണം. അതിനാണ് ആചാര്യന്മാര് ഇവിടെ വന്നിട്ടുള്ളതും ഈ യാത്ര തുടരുന്നതും. മിക്കവാറും നമ്മുടെ 14 ജില്ലകളിൽ കൂടി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാവും. ഹിന്ദു സമാജത്തിലൊക്കെ 40 ദിവസം പരിപാടിയാണെങ്കിൽ നമ്മുടെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും വലിയ വലിയ സത്സംഗങ്ങളും പരിപാടികളും നടത്തി വികസനങ്ങളും നടത്തണം എന്നൊരു ആശയം ഉണ്ടായിരുന്നെങ്കിലും വേറെ സാങ്കേതിക തടസ്സങ്ങളെ കൊണ്ട് 14 ദിവസത്തിലേക്ക് ചുരുക്കുകയായിരുന്നു. എന്നാലും ഒരു ദിവസം ഒരു ജില്ലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ ക്രിയാത്മകമായിട്ട് ഇന്ന് ജ്യേഷ്ഠ അതിഥികളെ പലരും ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമാജ പ്രവർത്തനത്തിൽ നിൽക്കാത്ത ആളുകളെ കൂടി നമ്മൾ ഇതുപോലെ മീറ്റിങ്ങുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതായിരുന്നു ആണ് ഇവിടെ പറയാം. കാരണം അവരും കൂടി ഇത് കേൾക്കേണ്ട വിഷയമാണ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ്, ഇത് കേൾക്കേണ്ടവരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സമാജത്തിന്റെ നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്റെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ കണ്ണൂരിലെ ഈ സംഗമം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ സനാതന ധർമ്മത്തിന്റെ ശരിയായിട്ടുള്ള ധാർമ്മിക ബോധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക. അതുപോലെ നമ്മുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോഴും മംഗലാപുരത്തായിക്കോട്ടെ വേറെ എവിടെ പഠിക്കാൻ ഈ തെറ്റായ രീതിയിലേക്ക് പോകുന്നു. തെറ്റായ രീതി എന്ന് പറയുമ്പോൾ മിക്കവാറും മയക്കുമരുന്നുകളിൽ ഈ അടുത്ത ദിവസം ഒരു മുസ്ലിം സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവരുടെ സ്ഥിരം ജോലി എന്താണ്, ഞാൻ പേരിൽ പറയുന്നില്ല, ജില്ല ഓർമ്മ വരുന്നില്ല. സ്ഥിരം ലക്ഷം പെരുമ്പാവൂരാണ്. എത്രയോ 40 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് ഒരു മാസം നടത്തുന്നത്. 10 ലക്ഷം രൂപയുടെ കറണ്ട് റെഡി ക്യാഷ് നോട്ട് എന്ന യന്ത്രത്തോടു കൂടിയാണ് അവര് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് പെരുമ്പാവൂർ. ഇങ്ങനെയുള്ള ഒരു വലിയ രൂപ നമ്മുടെ കുട്ടികൾ പോലും ഈ മയക്കുമരുന്നിന് അടിമകളാണ്. വ്യത്യസ്തമായ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അതറിയില്ല, നമ്മുടെ മതം എന്താണെന്ന് അറിയില്ല, നമ്മുടെ സംസ്കാരം എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമ്മൾ ആരെയും നമ്മൾ അവരെ പ്രതിഷേധിച്ചിട്ടോ അവർ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ സ്വയം ശക്തിയാർജിക്കാൻ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇതിൽ കുറെ ശക്തി നമുക്കില്ല. അത് നമ്മുടെ വരുന്ന തലമുറയിലേക്ക് ഉണ്ടായി കൊടുക്കണം. അതിന് ഈ സന്യാസിമാരുടെ ധർമ്മ സന്ദേശ യാത്ര, സന്യാസിമാരുടെ വാക്കുകളും സന്യാസിമാരായിട്ടുള്ള സംസർഗവും എല്ലാം പ്രയോജനപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാർഗദർശന മണ്ഡലത്തിന്റെ ഈ ഒരു സംഘടനാ ശക്തിയുടെ ഒരു വിരാട് രൂപത്തിലേക്ക്, ഒരു അവതാര ദൗത്യത്തിലേക്ക് ഈ ധർമ്മ സന്ദേശ യാത്രയിലൂടെ കടന്നു വരികയാണ്. ഇത് വലിയൊരു മാറ്റത്തിന് കളമൊരുക്കുന്നതിന് സംശയമില്ല. കണ്ണൂരിലെ പ്രബുദ്ധരായ ആളുകളെ പലരെയും മുഖപരിചയമുള്ള ആളുകളാണ്.
എല്ലാവരുടെയും ഈ സാന്നിധ്യം തന്നെ പ്രചോദനമാണ്. ഈ സന്ദേശം നമുക്ക് വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ വലിയ ഒരു രീതിയിലുള്ള ഭൂസമ്മേളനമായിട്ട് മാറ്റാൻ കൂടി കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആചാര്യന്മാരുടെ വാക്കുകൾക്ക് കാതോർക്കാം, നമുക്ക് സംഘടിച്ച് മുന്നേറാം. ഗുരുദേവൻ പറഞ്ഞു സംഘടന കൊണ്ട് ശക്തരാകല്ലേ. സംഘടന കൊണ്ട് നമുക്ക് ഈ ആധുനിക കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ സംഘടന നമുക്കുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ ലക്ഷ്യം ഒന്നായിരിക്കണം, ഈ സനാതന ധർമ്മത്തിന്റെ പുനഃപ്രതിഷ്ഠ. ഇത് നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ തിരിച്ചു പിടിക്കണം. നമുക്ക് അതിനുള്ള കഴിവുള്ള ആളുകളാണ് നമ്മളല്ല, അതിനുള്ള ശക്തിയുള്ള ആളുകളാണ് നമ്മളല്ല. അപ്പോ നമുക്ക് ഉപാസനയും ഗുരുക്കന്മാരുടെ കൃപ, ആചാര്യന്മാരുടെ കൃപ പറയാറില്ലേ, നല്ല പഞ്ചമഹായജ്ഞങ്ങൾക്ക് നമ്മുടെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്, അത് വേറെ വിഷയമാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെടുക്കുന്ന ആ കൃപ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, ഭൗതികം മാത്രം ചിന്തിക്കരുത്, ഭൗതികവും വേണം. ഭൗതികമില്ലാതെ നമ്മൾ ആത്മീയം മാത്രം, തപസ്, ധ്യാനം മാത്രം കൊണ്ടായില്ല. ഭൗതികമായ സമ്പത്തും ധനവും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനുള്ള ക്രിയാത്മകമായിട്ടുള്ള ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൗതിക തലത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ രാവിലെ ഉള്ള നേതൃത്വ സംഗമം എന്ന് പറയുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. എല്ലാ ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രയത്നങ്ങൾക്ക്, നമ്മുടെ പ്രയത്നിച്ചാൽ പ്രകൃതിയാണ് ഈശ്വരൻ. നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ കൃപ നമ്മളിലേക്ക് വരും. ആ കൃപയെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി. നമ്മുടെ ആ ഒരു സങ്കല്പം നമ്മളിടുക. അപ്പൊ അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.